തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 78 ഗ്രാം സ്വർണ്ണക്കട്ടികൾ കാണാതായെന്നൊരു നടുക്കുന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. കൂടാതെ വൈരനാമ എന്ന പേരുള്ള ശ്രീകോവിലിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഭരണവും രാവിലെ മനോരമ ന്യൂസാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്ത്. പക്ഷേ അതിനോടകം പിണറായി വിജയന്റെ മകളുടെയും വീട്ടിൽ നടന്ന ED റെയ്ഡ് വന്നതിനെ തുടർന്ന് ഈ വാർത്ത അതിൽ മുങ്ങിപ്പോയതാണ്. ശബരിമലയിൽ അന്ന് വിവാദം ഉണ്ടായ അതേ സമയത്തിന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് അന്ന് വാർത്തകൾ പുറത്ത് വന്നിരുന്നു. പിന്നീട് എന്തുകൊണ്ടോ പിന്നീട് അത് സംബന്ധിച്ച് അധികം റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടില്ല, ആരും അതിനെക്കുറിച്ച് പിന്നെ ചർച്ച ചെയ്തുമില്ല. പക്ഷേ ഇത് വളരെ ഗൗരവതരമായ കാര്യമാണ്. കാരണം ലോകത്തെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. നിലവറകൾ തുറന്നിട്ടില്ല, പുറത്തുള്ളതാണ് കാണാതെ പോയിരിക്കുന്നത്. അപ്പോൾ ഇത് മുമ്പൊരിക്കലും അവിടെ ഇതുപോലെ സ്വർണ്ണം എന്തോ കാണാതെ പറ്റും, അവസാനം അത് മണ്ണ് കടന്ന് കിട്ടുന്നത് അങ്ങനെ എന്തോ പറഞ്ഞ് നമ്മളെല്ലാവരും വാർത്ത കൊടുത്തതായിരുന്നു. അപ്പോൾ ഇതുപോലെ അവിടുന്ന് ഒരു കണക്ക് കൈയില്ലാത്ത രീതിയിൽ ഇങ്ങനെ ഓരോരുത്തരും മോഷണം നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു സൂചനയാണ് ഇപ്പോൾ ഇതിന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനകത്ത് കള്ളൻ കപ്പലിൽ തന്നെയാണ് എന്നൊരു സംശയം നിലവിലുണ്ട്. പുറത്തോട്ട് അതിനകത്ത് കയറാൻ പറ്റില്ലല്ലോ. അതെ, പുറം ലോകത്തുള്ളവർക്ക് ഒരിക്കലും നമ്മൾ അതീവ സുരക്ഷാ സംവിധാനമുള്ള ക്ഷേത്രമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. നമുക്ക് അതിനകത്ത് കയറണമെങ്കിൽ ഒരുപാട് കടമ്പകൾ കടന്ന് മാത്രമേ അതിനകത്തോട്ട് കയറാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നിന്ന് ഒരിക്കലും പുറത്തു നിന്നുള്ള ഒരാളിനെ അവിടെ ഒന്നും എടുത്തുകൊണ്ട് പോകാൻ കഴിയില്ല. അതായത് രാജകുടുംബാംഗങ്ങൾക്ക് പ്രവേശിക്കാനൊരു വഴിയുണ്ട്. ഈ വഴിയിലൂടെ രാജകുടുംബാംഗങ്ങളായിട്ടുള്ള ചിലരുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇതിനകത്തേക്ക് കടന്നു കയറുന്നുള്ളതായിട്ട് പറയുന്നു. അല്ല, അത് ഒരു അപകടകരമായ അവസ്ഥയാണ് അങ്ങനെയാണെങ്കിൽ. അത് കാരണം നമുക്കറിയാൽ ഈ വളരെ പ്രധാനപ്പെട്ട ആളുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ അസ്മാദികൾ കൂടെ കയറും. അത് നമുക്കറിയാം. രാഷ്ട്രീയ നേതാക്കളാണെങ്കിലും ഒക്കെ തന്നെ സാധാരണഗതിയിൽ അവർക്ക് പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലേക്ക് ഈ VIP വരുമ്പോൾ ഇവർക്ക് ഒരു സംഘം കയറി പറ്റും. നിൽക്കുന്ന സുരക്ഷാ ഭടന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് തടയാനും കഴിയുകയില്ല, ഇവർക്ക് കൂടെ അകത്ത് കയറി പറ്റും. ഇപ്പോൾ ഇത് പലപ്പോഴും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് വഴിവെച്ചിട്ടുണ്ടെന്നുള്ള സത്യമാണ്. ഇതിപ്പോൾ DGP റിപ്പോർട്ട് ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിട്ടുണ്ട്. കാരണം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിലവറയിലല്ലാതെ പുറത്ത് ബാക്കിയുള്ള ആഭരണങ്ങൾ മൊത്തം സ്ട്രോങ് റൂമിലേക്ക് അടിയന്തരമായി മാറ്റണം, ആദ്യ നടപടി അതാണ്. പക്ഷേ ഈ കാണാതെ പോയ സ്വർണം അത് എങ്ങനെ പോയി? ഇത്രയും കർശനമായ സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലത്ത് എങ്ങനെ കാണാം? അത് വളരെ വിചിത്രമായൊരു കാര്യമാണ് കേട്ടോ, അത്ഭുതകരമാണത്. കാരണം നമ്മൾ പറഞ്ഞതുപോലെ ഈ ഇത്രയും സുരക്ഷാ സംവിധാനമുള്ള സ്ഥലത്ത് ഇതൊക്കെ കാണാതെ പോകുക എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ പറഞ്ഞതുപോലെ കള്ളം കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരിക്കും. ഇത് പുറമെ നിന്നുള്ള ഒരാൾക്ക് ഒരിക്കലും എടുക്കാൻ കഴിയുകയില്ല. മാത്രമല്ല നമ്മൾ ഇതുമായി കൂട്ടി യോജിപ്പിച്ച് കാണേണ്ട ഒരു കാര്യം കൂടിയാണ്. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന്, അതായത് സ്വാമി ക്ഷേത്രത്തുമായി ഏറ്റവും ബന്ധപ്പെട്ടുള്ള കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് തന്നെ 2-3 കോടിയുടെ ആഭരണങ്ങൾ ഇതുവരെ കാണാതെ പോയിട്ടുണ്ട്. അതിൽ ഇതുവരെ ഒരു സൂചനയും കിട്ടിയിട്ടില്ല. വളരെ വിദഗ്ധമായിട്ട് കടത്തിയതാണ്. അതിനകത്ത് കൊട്ടാരത്തിലുള്ള പരാതി കൊടുക്കുന്ന എത്ര ആൾ കഴിഞ്ഞിട്ടാണ്? അതാണ്. മാത്രമല്ല ബെഡ്റൂമിൽ അലമാരി വെച്ച് ലോക്കറിൽ വെച്ച് സേഫിൽ വെച്ചിരുന്നതാണ്. അതെ, അവരുടെ ബെഡ്റൂമിൽ നമുക്കാകും കയറാൻ പറ്റില്ല. അതിനിടയ്ക്ക് അവിടെ ആ ഇടയ്ക്ക് കുറേ യൂട്യൂബർമാർ ചെന്നിരുന്നു, ഇവരിലേക്ക് അന്വേഷണം എത്തും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ യൂട്യൂബർമാരും ബെഡ്റൂമിൽ കയറിയിട്ടില്ല. ഇനി ബെഡ്റൂമിൽ കയറിയാൽ പോലും അവർക്ക് തുറക്കാൻ അറിഞ്ഞുകൊണ്ടായിരിക്കും. ഇത് തുറക്കണ്ടേ, ഈ സേഫ് തുറക്കണ്ടേ? അത് തുറക്കണം. അപ്പോൾ അതും ഇതും കൂടെ കൂട്ടി വായിക്കാവുന്നതാണ് സത്യത്തിൽ. കാരണം ഈ ഇവിടെ നിന്ന് പോയ ഈ പറഞ്ഞ ആഭരണങ്ങളുടെയും അല്ലെങ്കിൽ ആ കൊട്ടാരത്തിൽ നിന്ന് കാണാതെ ആഭരണങ്ങളുടെയും ഒക്കെ തന്നെ മൂല്യം വിലമതിക്കാൻ പറ്റില്ല. അതിൻ്റെ ഈ പവൻ്റെ വിലയല്ല, അതിൻ്റെ അല്ലെങ്കിൽ തങ്കത്തിൻ്റെ വിലയല്ല, അതിൻ്റെ ആൻറ്റിക് വാല്യൂ ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ പഴക്കം കൂടുന്തോറും അത്ര ഇരട്ടിക്ക് ഇതിൻ്റെ വിലയുണ്ട്. കാരണം വിദേശങ്ങളിലൊക്കെ ഇതിൽ ഭ്രാന്ത് കയറി ഒരുപാട് ആളുകളുണ്ട്. പറയുന്ന പൈസ കൊടുത്ത് വാങ്ങിക്കൊണ്ട് പോയി സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവരിതൊക്കെ ചെയ്യും. ഇതിന് ഇപ്പം നമുക്കറിയാം, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സുരക്ഷ ഒരുക്കാൻ തന്നെ പോലീസിൻ്റെ ഒരു വലിയ വിഭാഗമുണ്ട്. അതിനൊപ്പം തന്നെ ക്യാമറ സംവിധാനങ്ങളുണ്ട്, ഇല്ലേ? എല്ലാം ഉണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഇത് തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തൂടെ ഈ മോഷണം തുടർക്കഥയാകുകയാണ്. പണ്ട് VS അച്യുതാനന്ദൻ ഒരു ആരോപണം ഉന്നയിച്ചില്ല? അതെ, പഴയ പരാതി ഒരു ഉന്നതനെ കുറിച്ചാണ് പറഞ്ഞത്. അദ്ദേഹം പോകുമ്പോൾ ചോറ്റുപാത്രത്തിൽ സ്വർണം കടത്തിക്കൊണ്ട് പോകുകയായിരുന്നു പറഞ്ഞ വലിയ വിവാദമായിരുന്നു ഇതൊക്കെ തന്നെ. കാരണം ഇതിന് ഈ അളവില്ലാത്ത സ്വത്തുണ്ട്. ഇതിൽ എത്ര സ്വത്തുക്കൾ, എത്ര മാത്രം സ്വർണം ഈ രേഖകളിലുണ്ടാവും? ഇത് ഓഡിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉള്ള അവസ്ഥ എന്നാലോചിച്ചു. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ പല നാട്ടുരാജ്യങ്ങളുടെയും കയ്യിലുണ്ടായിരുന്ന ആസ്തികളൊക്കെ തന്നെ സർക്കാർ ഏറ്റെടുത്തിരുന്നു. ഇവിടെ നേരെ തിരിച്ചാണ് എല്ലാവർക്കും വിട്ടുകൊടുക്കുകയാണ് ചെയ്തത്. അത് നമ്മൾ ആലോചിക്കണം. ജനാധിപത്യ സംവിധാനത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും ഇവരുടെ വകയല്ലല്ലോ. പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പൊതുമുതലായിരുന്ന സാധനങ്ങൾ തന്നെയാണ്. മാത്രമല്ല ഇത് അത് ഏറ്റെടുക്കുകയാണെങ്കിൽ ഇവർക്ക് പൈസ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ ആ വസ്തുവോ അല്ലെങ്കിൽ കെട്ടിടങ്ങളോ കൊട്ടാരങ്ങളോ ഏറ്റെടുക്കുമ്പോൾ അതിന് വലിയൊരു തുക സർക്കാർ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് രാജഭക്തി ഇപ്പോഴും മാറിയിട്ടില്ല. അതില്ല, അതിപ്പോൾ നമ്മൾ അവിടെ ചെന്നാലും അറിയാമല്ലോ. പണ്ട് ഈ നമ്മുടെ എനിക്ക് തോന്നുന്നു ഈ നാട്ടുരാജ്യങ്ങൾ സംയോജിപ്പിച്ച് ഇന്ത്യ മഹാരാജ്യം, ഇന്ത്യൻ യൂണിയൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പ്രിവി പേഴ്സ് എന്ന് പറഞ്ഞൊരു അത് ഇപ്പോഴും ഉണ്ടോ? ഇല്ല, അത് ഇന്ദിരാഗാന്ധി നിർത്തലാക്കി. ഇന്ദിരാഗാന്ധി ബാങ്ക് ദേശസാൽക്കരണം കൊണ്ടുവന്ന അതേ സമയത്ത് തന്നെ അവർ പ്രിവി പേഴ്സ് നിർത്തലാക്കി. അവർ പറഞ്ഞതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പ്രിവി പേഴ്സിൻ്റെ ആവശ്യമില്ല. കാരണം വലിയ തുക, അമ്പത് എത്ര ലക്ഷം രൂപയാണ്
കൊടുക്കുമായിരുന്നു. അതായത് ഒരു രാജകുടുംബാംഗങ്ങൾക്ക്. ഈ പ്രിവി പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ രാജാക്കന്മാർക്ക്, രാജ്യം ഭരിച്ചിരുന്ന രാജാക്കന്മാർക്ക് ഈ നാട്ടുരാജ്യങ്ങൾ ഇന്ത്യൻ യൂണിയനോട് ചേരാൻ സമ്മതിച്ചതിന്റെ പ്രത്യുപകാരം എന്നുള്ള നിലയിൽ ഒരു പെൻഷനായിരുന്നു അല്ലേ? പെൻഷൻ പോലത്തെ ഒരു തുക. പക്ഷെ അത് വലിയ തുകയാണ്. കാര്യം പലർക്കും ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇല്ല. അത്ര ആസ്തിയുള്ളവർ തന്നെയാണ് ഇവർ പലരും. ഇങ്ങനെ പൈസ ഇന്ദിരാഗാന്ധി പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. ഒറ്റ ദിവസം കൊണ്ടാണ് അത് പിൻവലിച്ചത്. ആർക്കും പിന്നെ കുറച്ച് രാജഭക്തന്മാർ പ്രദർശിക്കുന്നല്ല. ഇന്ദിരാഗാന്ധിയെ പോലെ അതിശക്തമായ ഒരാൾ ഒരു തീരുമാനം എടുക്കുമ്പോൾ ആർക്കും അതിനകത്ത് ഞാൻ പറയാൻ പറ്റില്ല. അല്ല, ഇത് പ്രിവി പേഴ്സിന്റെ കാര്യമില്ല. ഇപ്പം നമ്മുടെ ഈ കവടിയാർ കൊട്ടാരത്തിലാണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അനുബന്ധ കൊട്ടാരങ്ങളിലാണെങ്കിലും അവിടെ ആർക്കും ഇതിനകത്തൊന്നും ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. വളരെ സാമ്പത്തികമായി വളരെ നല്ല സ്ഥിതിയുള്ളവർ തന്നെയാണ്. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഈ ഇത്രയും സെക്യൂരിറ്റി ഉള്ള, ഇത്രയും ഇതുള്ളിടത്ത് ഇത്രയും വലിയ കൊള്ള നടത്താമെങ്കിൽ ഈ ആന്റിക് പ്രദർശനം നടക്കുന്ന കുതിരമാളിക പോലുള്ള സ്ഥലത്തു നിന്ന് വളരെ അമൂല്യങ്ങളായിട്ടുള്ള ശേഖരങ്ങളല്ലേ ഉള്ളൂ. നമ്മൾ വളരെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഈ പറഞ്ഞതുപോലെ ഡി ജി പി റിപ്പോർട്ട് പറഞ്ഞതുപോലെ ആ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുക തന്നെയാണ് ചെയ്യേണ്ടത്. മറ്റു പലരും കുറേ നാൾ അവിടുത്തെ ഈ നിലവറയിൽ ആഭരണങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് കണ്ട കാര്യമൊക്കെ വന്നിരുന്നുണ്ട്. അന്ന് പലരും പറഞ്ഞിരുന്നു ഇത് തിരുവനന്തപുരത്ത് ഒരു മ്യൂസിയം തയ്യാറാക്കി അവിടെ എല്ലാം എക്സിബിറ്റ് ചെയ്യണം. കാരണം അപൂർവമാണ് ഇതെല്ലാം തന്നെ. പക്ഷേ അതിൻ്റെ സുരക്ഷ ആരൊരുക്കും എന്നുള്ളതാണ് വരുന്ന ചോദ്യം. ഇതിൻ്റെ വിലമതിക്കാൻ കഴിയില്ല. ഇതിന് വിലമതിക്കാൻ കഴിയില്ല. അത്ര പട്ടാളത്തിനെ കൊണ്ട് നിർത്തി ഇവിടെ സുരക്ഷ ഉറപ്പാക്കേണ്ടി വരും. അതിന് ഇതിപ്പം ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് സമാനമായ അല്ലെങ്കിൽ ആ ഒരു ഗൗരവത്തോടെ ഇത് കാണും. ഇത് മാത്രമല്ല, ശബരിമല സ്വർണ്ണക്കൊള്ള നടന്ന സമയത്ത് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങളിലെ സംഭവം നടന്നത്. പക്ഷേ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വക അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വേറെയാണ്. പഴവങ്ങാടി ഗണപതി അമ്പലം അത് ആ സൈന്യത്തിൻ്റെ വകയാണ്, നമ്മുടെ കരസേനയുടെ വകയാണ്. തിരുവനന്തപുരത്ത് ഇങ്ങനെ ചില പ്രത്യേകതകളൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടല്ലോ. ആറ്റുകാൽ ക്ഷേത്രം അത് വേറെ ട്രസ്റ്റാണ്. അതൊന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽപ്പെടുന്നതല്ല. എങ്കിൽ പോലും അന്ന് ശബരിമലയിലെ ആരോപണം വന്നപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾക്ക് വലിയ തോതിൽ ക്രമക്കേട് നടക്കുന്നതായി അന്ന് നമ്മളിന്ന് ഒരുപാട് റിപ്പോർട്ടുകൾ അന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനെതിരെ ഒരു വ്യാപകമായ ആക്ഷേപം ഉയരുന്ന ഈ രാജകുടുംബാംഗങ്ങളിൽ ചിലർക്ക് ഇതിനകത്ത് പങ്കുണ്ട് എന്നൊരു ആക്ഷേപം വന്നിട്ടുണ്ട്. അത് എന്താണ് അതിൻ്റെ വാസ്തവം നമുക്കറിയില്ല. എന്താണെങ്കിലും അത് അന്വേഷണം നടത്തണം കൃത്യമായി. ഇത് അന്വേഷണം ഈ കൊട്ടാരത്തിന് ആഭരണ മോഷണം പോയ സംബന്ധിച്ചൊക്കെ പിന്നെ അന്വേഷണം വഴിമുട്ടി നിൽക്കുകയാണെന്ന് തോന്നുന്നു. ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആഭരണം കാണാതെ പോയതിനും ഒന്നും യാതൊരു അന്വേഷണം അല്ല. ഈ പറഞ്ഞതുപോലെ രാജകുടുംബാംഗങ്ങൾക്ക് കടന്നു വരാനുള്ള പ്രത്യേക വഴി കൂടി അല്ലാത്ത അവരെ സുഹൃത്തുക്കളുടെ കടന്നു വരുന്നു എന്ന് പറയുന്നത് വലിയൊരു സെക്യൂരിറ്റി ലാപ്സാണ്. അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ കൊട്ടാരത്തിലുള്ളവർ മാത്രം അവർ കടന്നു വരാൻ പാടുള്ളൂ. എൻ്റെ സുഹൃത്തുക്കളും കൂടെ വരട്ടെ എന്ന് അവിടുത്തെ ആരെങ്കിലും പറഞ്ഞാൽ പോലെ തടയണം. കാരണം നമുക്കറിയാം നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവരെ SPG പോലും പ്രധാനമന്ത്രിക്കൊന്നും അവിടെ ഒരു കാര്യമില്ല ഈ കാര്യത്തിൽ. സുരക്ഷാ കാര്യത്തിൽ SPG തന്നെയാണ് തീരുമാനമെടുക്കുന്നത്. പ്രധാനമന്ത്രിക്ക് അതല്ല എൻ്റെ ഇഷ്ടം ഇതാണെന്ന് പറയാൻ പറ്റില്ല. അവർ പറഞ്ഞ അനുസരിക്കുക മാത്രമേ വഴിയുള്ളൂ. അത് എത്ര ശക്തനായ പ്രധാനമന്ത്രിയാണെങ്കിലും ഈ SPG പറയുന്ന അനുസരിച്ചോളാം. അതാണ് അതിൻ്റെ രീതി. അപ്പോൾ ഇവിടെയും നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രം പോലെ ഇന്ന് ലോകത്തെ ഏറ്റവും ശ്രദ്ധ പിടിച്ചു പറ്റിയ കേരളത്തിലെ ഒരു ആരാധനാലയമാണ് പത്മനാഭസ്വാമി. അവിടെ ഇങ്ങനെ ഒരു മോഷണം നടന്നെന്ന് പറയുമ്പോൾ അത് വലിയ പ്രാധാന്യത്തോടെ തന്നെ കാണണം. അത് പോലീസ് അന്വേഷിക്കണം കൃത്യമായിട്ട്. സർക്കാർ അതിൽ അടിയന്തരമായി തന്നെ ഇടപെടണം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തന്നെ അക്കാര്യത്തിൽ നേരിട്ട് വിലയിരുത്തുകയും ഇതിൽ കുറ്റക്കാരെ കണ്ടെത്താനുള്ള അടിയന്തര നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യണം. ഈ വൈരനാമ എന്ന് പറയുന്ന സാധനം ഈ ശ്രീകോവിലിൽ സൂക്ഷിച്ചിരുന്നതാണ്. അതവിടുന്ന് അറ്റകുറ്റപ്പണിക്കായിട്ട് കൊണ്ടുപോയെന്നാണ് പറയുന്നത്. ഈ കൊണ്ടുപോകുന്നതിന് രേഖയോ അല്ലെങ്കിൽ ഇതിന് മഹസറോ അങ്ങനെയൊന്നും ഇല്ലേ? അതാണ് നമ്മൾ സ്വാഭാവികം ചോദിക്കേണ്ടത്. ഇത് ശബരിമല പോലെ ഇത് പുറത്തു കൊണ്ടുപോകുമ്പോൾ ഇതിന് രേഖകളുണ്ട്. ഇവിടെ അങ്ങനെ ഇല്ലാതിരിക്കാൻ സാധ്യതയില്ല. കാണാം. അതെ, അങ്ങനെ വ്യവസ്ഥയെ കാണുമായിരിക്കും. കൊട്ടാരത്തിന്റെ സുരക്ഷ പോലീസ് കേരള പോലീസിന് തന്നെയല്ലേ? കൊട്ടാരത്തിന്റെ എല്ലാ ക്ഷേത്രത്തിന്റെ സുരക്ഷ ഉണ്ട്. ആ സ്ഥിതിക്ക് അവിടെ നിന്ന് ഒരു സാധനം മൂവ് ചെയ്യുമ്പോൾ അവരെ GD എൻട്രി രേഖപ്പെടുത്തണം. ഈ ശബരിമലയിലും അതാണ് സംഭവിച്ചത്. അവിടെ 10 അംഗ സായുധ പോലീസാണ് ഈ ക്ഷേത്രത്തിന്റെ സുരക്ഷ. അവരുടെ കസ്റ്റഡിയിലാണ്. അവരറിയാതെ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. അവർക്ക് ഈ ജനറൽ ഡയറി വെച്ചിട്ടുണ്ട്. നമ്മൾ GD എൻട്രി എന്ന് പറയുമല്ലോ. അപ്പോൾ അവിടെ നിന്ന് എന്ത് സാധനം മൂവ് ചെയ്താലും ഈ GDയിൽ രേഖപ്പെടുത്തണം. ഈ സ്വർണ്ണപ്പാളി വെടിച്ചോണ്ട് പോയെന്ന് അത് രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായിരുന്നു. ആ വീഴ്ച അന്വേഷിക്കപ്പെട്ടിട്ടുമില്ല. ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇത് പലപ്പോഴും ഈ ഇത്തരം വളരെ പ്രശസ്തങ്ങളായ ആരാധനാലയങ്ങളെ ബന്ധപ്പെട്ട് ഈ മോഷണം പണ്ടും കേട്ടില്ല. ഓർമ്മയുണ്ട്, പണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വൈരമാല മോഷണം പോയൊരു കേസ് K. കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് വലിയ തോതിലുള്ള ആരോപണം വരികയും CPM ആരെല്ലാം കൂടെ അന്ന് K. കരുണാകരനാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചൊന്നുമില്ല. അദ്ദേഹത്തെ പോലെ തന്ത്രിമാർക്കും മേൽശാന്തിമാർക്കും എതിരെ അവർക്കെതിരെ കേസ് വന്നു. അതുപോലെ ഈ രാഷ്ട്രീയമായി മുതലെടുക്കാൻ പലപ്പോഴും CPM ഇതിനൊക്കെ ശ്രമം അന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ K. കരുണാകരൻ്റെ കാര്യത്തിൽ അദ്ദേഹം ശക്തമായ നടപടി സ്വീകരിക്കുകയും കൃത്യമായി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരൊക്കെ തന്നെ മനസ്സിലാക്കാനും അന്ന് പിടികൂടാനൊക്കെ കഴിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ എല്ലാ ആരാധനാലയങ്ങളിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു ഓഡിറ്റിംഗ് നടത്തുകയും അത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ നൽകുമ്പോൾ ക്രിസ്ത്യൻ സഭകളെക്കുറിച്ച് അല്ലെങ്കിൽ മുസ്ലിം പള്ളികളെക്കുറിച്ചും സർക്കാർ നേരിട്ട് അവർക്ക് അങ്ങനെ ബന്ധമില്ല. പക്ഷേ ഒരു ദേവസ്വം ബോർഡ്, എല്ലായിടത്തും ദേവസ്വം ബോർഡുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളെ കാര്യത്തിലെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൊച്ചി, മലബാർ എല്ലാം ഉണ്ടല്ലോ, അത് കൃത്യമായി അവർ നോക്കും. ഗുരുവായൂർ ദേവസ്വം ബോർഡുണ്ട്. അവർ നോക്കുകയും അവിടുത്തെ ഭരണസമിതി ഞങ്ങളുടെ ജോലി ഇതൊക്കെ തന്നെയാണ്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഒരു മാനേജിംഗ് ഒരു സമിതിയുണ്ട്, ഭരണസമിതിയുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് അന്വേഷിക്കുകയും ഈ സമിതി അടിയന്തരമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ഇത് വലിയ അബദ്ധത്തിലേക്ക് നമ്മൾ പോവുകയായിരിക്കും. ഓക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് നമുക്കിപ്പോൾ ഇപ്പോൾ 2 പോർഷനായി, കവടിയാക്കോട്ടത്തിലെയായി, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ. അപ്പോൾ ഇത് രണ്ടും നിസ്സാരമായിട്ട് തള്ളാതെ DGPയുടെ റിപ്പോർട്ട് മാത്രമല്ല, ഇതിനെക്കുറിച്ച് ശക്തമായ അന്വേഷണം നടത്താനുള്ള നടപടി നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇത് ഉണ്ടാവണം എന്നുള്ളതാണ് ഇപ്പം ഭക്തജനങ്ങളുടെ ഒരു ആവശ്യം. ഇത് തന്നെയാണ്.